ലക്ഷദ്വീപിൽ അവിടെ മദ്യം ഉദാരമാക്കാനുള്ള ഒരു നീക്കമാണ് രാഷ്ട്രപതി പുതിയ റെഗുലേഷനിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. 1979 മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലനിൽക്കുന്നൊരു പ്രദേശമാണ്. പൊതുവെ മദ്യം ഉപയോഗിക്കാത്ത, മദ്യം നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുന്ന, അതനുസരിച്ച് ധാർമ്മികമായ ജീവിതം നയിക്കുന്ന ഒരു പ്രദേശത്ത് വളരെ ബോധപൂർവം ടൂറിസത്തിൻ്റെ മറവിൽ ഇത്തരമൊരു നിയമം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ മദ്യനിരോധനം പൂർണ്ണമായി റദ്ദ് ചെയ്യുന്ന ഒരു റെഗുലേഷനിലാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത്. നമുക്കറിയാം, പൂർണ്ണമായി മദ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടക്കാത്തൊരു പ്രദേശത്ത്, ലഹരിയുമായി പൂർണ്ണമായി അകന്നു നിൽക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ മദ്യമെന്ന, ലഹരി എന്ന ഒരു തിന്മ അവിടെ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കി, പിന്നെ ആ കുറ്റകൃത്യങ്ങൾ അമർച്ച ചെയ്യാൻ ആവശ്യമായ നിയമങ്ങൾ ആവിഷ്കരിച്ച് ആ കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകൾക്ക് അവർക്കെതിരെ സ്വീകരിക്കാവുന്ന ശിക്ഷാ നിയമങ്ങളടക്കം സംവിധാനിച്ചുകൊണ്ടാണ് പുതിയ ഈ റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്ററാണ് ഇപ്പോൾ ലക്ഷദ്വീപിന്റെ ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് അവിടുത്തെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു ഈ പ്രഫുൽ പട്ടേൽ. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുള്ള ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. 2000-ലധികം ആളുകളെ ചുട്ടുകൊന്ന ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരു സർക്കാരും സംവിധാനവുമാണ്. അന്ന് അവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേൽ പിൽക്കാലത്ത് അഡ്മിനിസ്ട്രേറ്ററായി അദ്ദേഹം ലക്ഷദ്വീപിൽ വരികയാണ്. കലാപങ്ങൾ നടക്കുന്ന, കുറ്റകൃത്യങ്ങൾ നടക്കുന്ന, മനുഷ്യനെ ജീവനോടെ ചുട്ടുകൊല്ലുന്ന, നിരന്തരമായി ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഭരണകൂടത്തിന്റെ നേതൃത്വം നൽകുന്ന ഒരു പ്രദേശത്ത്, അതിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അവിടുത്തെ പോലീസിന് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തി പിൽക്കാലത്ത് ലക്ഷദ്വീപിൽ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനൊക്കെ വെറുതെ കിടക്കുകയാണ്. അവിടെ ജയിലുകളൊക്കെ ഉപയോഗശൂന്യമാണ്. അവിടെ സംഘർഷങ്ങളില്ല, കുറ്റകൃത്യങ്ങളില്ല, അടിപിടിയില്ല, വഴക്കുകളില്ല, ബഹളങ്ങളില്ല, ഒരു സമാധാനത്തിന്റെ തുരുത്ത്. അവിടെ ആരും മദ്യം ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്നില്ല. ഓരോ ദ്വീപുകളിലും ഏതാനും കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്നു. അവർ പരസ്പര സൗഹൃദത്തോടുകൂടി, പരസ്പരം സമാധാനത്തോടുകൂടി, മനുഷ്യരെ പരസ്പരം മനുഷ്യത്വം നിലനിൽക്കുന്ന ആ ഒരു പരസ്പര സ്നേഹം നിലനിർത്തുന്ന ഒരു സമാധാനത്തിന്റെ തുരുത്ത്. അവിടെയാണ് പ്രഫുൽ പട്ടേൽ എത്തുന്നത്. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ തനിക്കിവിടെ എന്തെങ്കിലും ആക്ട് ചെയ്യണമെങ്കിൽ അതിനനുകൂലമായൊരു പശ്ചാത്തലം ഉണ്ടാക്കണം. അതിനുവേണ്ടി വളരെ ബോധപൂർവം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 240 പ്രകാരം ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ എന്ന് പറയുന്ന 2026 ഒരു പുതിയ റെഗുലേഷൻ ആക്ടിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചിരിക്കുകയാണ്. ആർട്ടിക്കിൾ 240 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രത്യേകമായ അധികാരപ്രകാരം ഒരു റെഗുലേഷൻ ആക്ട് ഉണ്ടാകണമെങ്കിൽ അതിന് 3 സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു പുതിയ റെഗുലേഷൻ ആക്ട് ഉണ്ടാക്കണമെങ്കിൽ അത് 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ആക്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ. അതൊന്ന്, ആ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി. മറ്റൊന്ന്, ആ നാട്ടിൽ സൽഭരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി. മറ്റൊന്ന്, ആ നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി.
ഇത് മൂന്നുമല്ല ഈ മദ്യനിരോധനം റദ്ദ് ചെയ്യുന്നതിലൂടെ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 240 ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഇത്തരമൊരു റെഗുലേഷൻ ആക്ടിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഇതിലൂടെ ആ നാട്ടിൽ സമാധാനം വരുന്നില്ല, സമാധാനം നഷ്ടപ്പെടുകയാണ്. ഇതിലൂടെ അവിടെ ഒരു സൽഭരണം വരുന്നില്ല, ഉള്ള ഭരണ നിർവഹണ സംവിധാനമെല്ലാം താറുമാറാവുകയാണ്. ഇതിലൂടെ ആ നാട് പുരോഗതി പ്രാപിക്കുന്നില്ല, ആ നാട് കൂടുതൽ അരക്ഷത്വത്തിലേക്ക്, അരാജകത്വത്തിലേക്ക് പോവുകയാണ്. അപ്പൊ തീർത്തും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ഈ പുതിയ എക്സൈസ് വകുപ്പിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ളത്. അത് കേവലം മദ്യഷാപ്പുകൾ തുടങ്ങുന്നത് മാത്രമല്ല, മദ്യഷാപ്പ് തുടങ്ങുന്നത്, മദ്യം വിതരണം ചെയ്യുന്നത്, മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത്, ആ മദ്യത്തിന്റെ വ്യത്യസ്തമായ വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് രീതികൾ ആ റെഗുലേഷനിൽ പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇന്ത്യൻ പൗരനായിട്ടുള്ള 18 വയസ്സുള്ള ആർക്കും മദ്യഷാപ്പ് തുടങ്ങാം ലക്ഷദ്വീപിൽ. ഇന്ത്യൻ പൗരനായിട്ടുള്ള 18 വയസ്സുള്ള ആർക്കും ലക്ഷദ്വീപിൽ മദ്യഷാപ്പ് തുടങ്ങാവുന്ന ഉദാരമായ ഒരു സമീപനം. കേരളത്തിലേക്ക് ഒരാൾക്ക് മദ്യം വിൽക്കണമെങ്കിൽ 23 വയസ്സ് പ്രായമുള്ള ആൾക്കേ മദ്യം വിൽക്കാൻ പാടുള്ളൂ. ഇവിടുത്തെ മദ്യഷാപ്പിന്റെ മുമ്പിൽ പോയിട്ട് നമ്മുടെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ പോയാലൊന്നും മദ്യം വാങ്ങാൻ പറ്റില്ല. 23 വയസ്സുള്ള ആൾക്കേ മദ്യം വിൽക്കുള്ളൂ. പക്ഷെ ലക്ഷദ്വീപിലെ നിയമം അനുസരിച്ചുകൊണ്ട് 21 വയസ്സായ മതി, എന്നാൽ തന്നെ അവർക്ക് മദ്യം വാങ്ങാം. അതേപോലെ വ്യാജമദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നിയമങ്ങൾ ഇതിന്റെ പേരുണ്ടാക്കുന്നു. കാരണം അവിടെ ധാരാളം തെങ്ങുള്ള പ്രദേശമാണ്. അതൊക്കെ ഏതെല്ലാം അർത്ഥത്തിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് വ്യാജമദ്യത്തിന്റെ ഉൽപാദനത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആ വ്യാജമദ്യ ഉൽപാദനത്തെ തടയാനും ഈ എക്സൈസ് വകുപ്പിൽ നിയമങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു. എന്നിട്ട് 3 മാസം മുതൽ 10 വർഷം വരെ തടവിന് ശിക്ഷിക്കാവുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങളായിട്ട് അതിന് ശിക്ഷാ നിയമങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ലഹരിയുമായി ബന്ധപ്പെട്ട്, മദ്യത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ടുകൂടി യാതൊരു ബന്ധവുമില്ലാത്തൊരു നാട്ടിൽ അവിടെ മദ്യ വിപണനത്തിനുള്ള ഒരു വാതിൽ തുറന്ന് അവിടെ കുറ്റകൃത്യങ്ങൾ പെരുകുമെന്ന് മനസ്സിലാക്കി ആ കുറ്റകൃത്യങ്ങൾ പെരുകിയാൽ ആ കുറ്റകൃത്യങ്ങളെ തടയാൻ ആവശ്യമായിട്ടുള്ള ശിക്ഷാ നിയമങ്ങളടക്കം ആവിഷ്കരിച്ചുകൊണ്ട് ആ നാടിനെ തച്ചു തകർത്ത് അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീർത്തും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ 240 ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു എക്സൈസ് റെഗുലേഷൻ ആക്ട് ആണ് ഇപ്പോൾ പുതുതായിട്ട് അവിടെ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായി തടയാനും അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ ചില പ്രക്ഷോഭങ്ങളും നീക്കങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിന് SKSF പോലെ ഒരു സംഘടനാ സംവിധാനം മാത്രം ഉണ്ടായാൽ പോരാ. ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളും അതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രൊട്ടസ്റ്റുകൾക്ക് മുന്നോട്ട് വരണം. ലക്ഷദ്വീപിലെ ജനപ്രതിനിധികളെ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒപ്പുവെച്ച ഒരു റെഗുലേഷൻ എക്സൈസ് ആക്ട് ഇനി എങ്ങനെയാണ് അത് മാറ്റിമറിക്കാൻ സാധിക്കുക, മറികടക്കാൻ സാധിക്കുക എന്ന് അന്വേഷിക്കുമ്പോൾ 3 മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു റിട്ട് ഫയൽ ചെയ്തുകൊണ്ട് ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങാം. ആരുടെ മുമ്പിലും ന്യായമായി പറയാവുന്ന ചില ന്യായങ്ങൾ ഇതിന്റെ പേരിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഈ രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുള്ള എക്സൈസ് റെഗുലേഷനെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഇന്നത്തെ നമ്മുടെ കേന്ദ്ര ഭരണത്തിന്റെയും ഭരണ ചുറ്റുപാടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച ഒരു റെഗുലേഷനെ മറികടക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമനിർമ്മാണം നടക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതിന്റെ ന്യായങ്ങൾ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയാൽ, അത് ഈ രാജ്യത്തെ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ റെഗുലേഷൻ ഭേദഗതി ചെയ്യാനോ പൂർണ്ണമായി പിൻവലിക്കാനോ ഇതേ ഇന്ത്യയുടെ പ്രസിഡന്റിന് സാധിക്കും. അതുകൊണ്ട് ഒന്നുകിൽ നിയമ പോരാട്ടത്തിലൂടെ ഇതിനെ മറികടക്കാൻ ശ്രമങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലൂടെ ഇത് പിൻവലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നീക്കങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കണം. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയുള്ള സമരത്തിന്റെ വിഷയമല്ല.
കഴിഞ്ഞ 4-5 പതിറ്റാണ്ട് കാലം സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന നിഷ്കളങ്കരായ ഒരു വിഭാഗം ജനങ്ങളെ അവിടെ കുറ്റകൃത്യങ്ങൾ പെരുകാൻ ആവശ്യമായിട്ടുള്ള കുടുംബകലഹങ്ങളും സംഘർഷങ്ങളും അടിപിടിയും അതുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലേക്കും ഒരു നാടിനെയും തുരുത്തിനെയും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ്. എന്നിട്ട് പറയുന്നത് അവിടെ ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നാടിനെ ധാർമ്മികമായി തകർത്തതിന്റെ പേരിൽ, ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ അരക്ഷിതമായ അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ പേരിൽ, അങ്ങനെയൊക്കെയാണോ ഒരു നാടിന്റെ വികസനവും പുരോഗതി ഉണ്ടാക്കുന്നത്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ലക്ഷദ്വീപിന്റെ ടൂറിസം എന്ന് പറഞ്ഞാൽ അത് മദ്യമാണ്, ലഹരിയാണ് എന്ന ഒരു മിഥ്യാധാരണ സമൂഹത്തിലുണ്ട്. ലക്ഷദ്വീപിന്റെ ടൂറിസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമാധാനപരമായ അന്തരീക്ഷവും അവിടുത്തെ മനുഷ്യരും അവിടെയുള്ള ആ ഒരു പ്രത്യേകമായ ആവാസ വ്യവസ്ഥയാണ്. അതാണ് അവിടുത്തെ ലഹരി, അതാണ് അവിടുത്തെ വിനോദസഞ്ചാരം, അതാണ് അവിടുത്തെ ആസ്വാദനം. എന്നിട്ട് അവിടെ പോയിട്ട് ആളുകളെ മദ്യപിപ്പിച്ച് ലഹരി കടിമയാക്കിയിട്ട് ആ നാട്ടിൽ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോയുടെ ഓരോ വർഷത്തെയും അതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്, കുടുംബകലഹങ്ങൾ നടക്കുന്നത്, കൊലപാതകങ്ങൾ നടക്കുന്നത്, കുടുംബങ്ങളിൽ സംഘർഷങ്ങൾ നടക്കുന്നത് മഹാഭൂരിപക്ഷവും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. നമ്മുടെ നാട്ടിലും മദ്യത്തിന്റെ കച്ചവടം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഖ്യ നമ്മുടെ സർക്കാരിന് ഖജനാവിലേക്ക് വരുമാനം ലഭ്യമാകുന്നുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഈ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നികുതി ഇനത്തിൽ എത്ര രൂപയാണ് ഒരു വർഷത്തിൽ സർക്കാരിന് വരുമാനമുള്ളത്? ആ വരുമാനത്തിന്റെ എത്രയോ ഇരട്ടി തുകയാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ നമ്മുടെ സർക്കാരിന് നഷ്ടവും ചെലവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടായാൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിനും വലിയ സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സ തേടി ആശുപത്രി എത്തിയാൽ നമ്മുടെ ആരോഗ്യ വകുപ്പിന് അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസുകെട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ കോടതിയിലെത്തിയാൽ നമ്മുടെ നിയമവ്യവസ്ഥക്ക് അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചെലവുകൾ വരുന്നുണ്ട്. അതിനപ്പുറം എത്രയോ കുടുംബങ്ങൾ അനാഥമാകുന്നു, എത്രയോ കുടുംബങ്ങളിൽ സംഘർഷമുണ്ടാകുന്നു, എത്രയോ കുടുംബങ്ങൾ നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. ഇതെല്ലാം ഈ ലഹരിയുടെ അപകടം മൂലം നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യമൊക്കെ അറിഞ്ഞുകൊണ്ട് ആ ലഹരി പദാർത്ഥങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെ സമാധാനത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ ലഹരിയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തി വളരെ അപകടകരമായ പ്രതിലോമകരമായ ഒരു നീക്കം നടത്തുമ്പോ നമ്മൾ ഒരിക്കലും അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളെയും സമാധാനകാംക്ഷങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇനിയും ശക്തമായ പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് വരണം. കഴിഞ്ഞ കാലങ്ങളെ പോലെ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ലക്ഷദ്വീപിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് SKSFന്റെ സംസ്ഥാന കമ്മിറ്റിയും രംഗത്ത് വന്നിരിക്കുന്നു. വളരെ ശക്തമായ ഒരു മുന്നേറ്റത്തിലൂടെ ഈ വലിയ ആപത്ഘട്ടത്തെ മറികടക്കാൻ നമുക്ക് സാധിക്കണം. ഈ സമര സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.